നീ എഴുന്നേറ്റ് വരും അല്ലേ പ്രീതി? എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ സുസ്മിതയെ ഒറ്റുകൊടുക്കും. രോഹിത്തിനെ കൊക്കയിലേക്ക് ചവിട്ടി തള്ളിയത് ഈ സുസ്മിതയാണെന്ന് പറയും. നിന്റെ തല കല്ലിലിടിച്ച് ഈ അവസ്ഥയിലാക്കിയതും ഞാനാണെന്ന് പറയും. ഒരിക്കൽ നീ എന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്ന് വന്നപ്പോ ഞാൻ നിനക്ക് തന്ന വരമാ ചത്തതുപോലെയുള്ള ഈ കിടപ്പ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ പോകുന്നില്ല പ്രീതി. എഴുന്നേക്കാൻ നീ ശ്രമിച്ചാലും തളർത്തിയിടും ഞാൻ. 1000 വട്ടം ശ്രമിച്ച 1000 വട്ടം തളർത്തും. ഒരു അബ്ദുൾ ഖാദർ ഡോക്ടർ വന്നിരിക്കുന്നു സുസ്മിതയെ തോൽപ്പിക്കാൻ. അവസാനം എന്ത് സംഭവിക്കാനാ? സുസ്മിത വിചാരിച്ചതുപോലെ തന്നെ. ഡോക്ടർ പിണങ്ങി പോവാണോ? ഏയ്, ഒരിക്കലുമല്ല സത്യമേ. ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോ പ്രീതിയെ ഭേദപ്പെടുത്താൻ കഴിയില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. പ്രീതിയുടെ മനസ്സിനെ ബോധമണ്ഡലത്തിലേക്ക് പിടിച്ചു വലിച്ച് അത് ശരീരവുമായി കൂട്ടിയിണക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചത്. ഒരു തൊട്ടിയിൽ വെള്ളം കോരി മുകളിൽ എത്തിച്ചിട്ട് കപ്പയും കയറും കൈവിട്ടു പോയുള്ള അവസ്ഥയില്ലേ, അതുപോലെ തന്നെ. ഡോക്ടർ, സുസ്മിതയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. അവളെ തല്ലേണ്ടി വന്നതിൽ എനിക്കൊരു തരിമ്പ് പോലും ഖേദമില്ല സത്യമേ. ഡോക്ടർ, ഒന്നുകൂടെ ശ്രമിച്ചാൽ കാര്യമില്ല. ഇപ്പോ നമ്മളുണ്ടാക്കിയ പുരോഗതിയെല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല, ഇരുട്ടിന്റെ കയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് വീണു കഴിഞ്ഞു പ്രീതിയുടെ മനസ്സ്. ഞാൻ ഇറങ്ങുന്നു. നമുക്ക് തീർച്ചയായും വീണ്ടും കാണാം. അല്ല ഡോക്ടർ, വിഷമിക്കാതിരിക്കട്ടോ. ഇയാളുടെ ഭാര്യയെ ഞാൻ പഴയതുപോലെ ആക്കി തരും. ഇപ്പോ അതെന്റെ ഒരു വാശിയാ. പാറൂന് അവളുടെ അമ്മയെ തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ വീണ്ടും വരും. പക്ഷേ അതെന്താ ഡോക്ടർ?
ഈ വീട്ടിലെ ഇക്വേഷൻസ് നിങ്ങളുടെയൊക്കെ പരസ്പരമുള്ള ഇടപെടലുകളിൽ നിന്ന് എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. ഈ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. പക്ഷേ അത് ഇവിടുന്ന് എളുപ്പത്തിൽ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം സത്യാമ്മയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അവളെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, പ്രീതിയുടെ മേൽ എപ്പോഴും ഒരു കണ്ണു വേണം. ഏത് നിമിഷവും അവളുടെ ജീവൻ അപകടത്തിലാകും. ഡോക്ടർ, ഒരു സൈക്കോ പേഷ്യന്റിന്റെ ഭാവവ്യതിയാനങ്ങൾ അവളുടെ കണ്ണുകളിലുണ്ട്. നിങ്ങളൊക്കെ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും കൂടിയ ഒരു സൈക്കോ രോഗി അവളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കാണുന്ന സുസ്മിത ഒരു മഞ്ഞുമലയുടെ മുകളറ്റം മാത്രമാണ്. നോക്കിക്കോണം പ്രീതിയെ. ഞാൻ നോക്കിക്കോളും പ്രീതിയെ. ഞാൻ ഇനിയും വരും. അത് പ്രീതിയെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടിയാവും. ഡോക്ടർ, കാണാം. ശരി. കാണാ അബ്ദുൽ ഖാദറെ, ആരാ തോക്കുന്നതെന്ന്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ. അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ. ഇഹ പരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ.
ആശിച്ചതാ ഒടുവിലെല്ലാം വെള്ളത്തിൽ വരച്ച വരെയായി. ഡോക്ടർ പറഞ്ഞ ശരിയാ, നെഗറ്റീവ് എനർജി പുറത്തു കളയാൻ ഒന്നും നടക്കത്തില്ല. അത് മനസ്സിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും. നോക്ക്, ഈ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ല ആന്റി. അതേടി, സംശയം എന്താ? നീ ഒറ്റ അവസാന നിമിഷം എല്ലാം നശിപ്പിച്ചത്. ഇപ്പൊ എല്ലാം തികഞ്ഞു. എല്ലാം നശിപ്പിച്ചത് ഞാനാണല്ലേ? ഇന്ന് എല്ലാരും കൂടെ വട്ടമിട്ട് എന്നെ തല്ലിക്കൊല്ല്. അതോടെ എല്ലാവർക്കും തൃപ്തിയാവുമല്ലോ. മോളെ സുസ്മിത, വേറെ എന്താ ആന്റി ഞാൻ പറയാ? ആന്റി ഒരാള് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിവിടെ നിന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാഞ്ഞിട്ടല്ല. കല്യാണം നടത്തിത്തരാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തിയിരുന്ന സമയത്തും വിഷ്ണുവേട്ടന് ശാലിനിയൊക്കെ ഓരോ കാരണം പറഞ്ഞ് എന്നെ പലവട്ടം തല്ലിയിട്ടുണ്ട്. ഒരു വേലക്കാരിക്ക് ഇവിടുത്തെ പൊന്നിക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അവളുടെ ദേഹത്ത് ഒരു വട്ടം കൈവച്ച് നോക്ക്, അപ്പ അറിയാം വിവരം. ഇവിടുത്തെ പണിയും വേണ്ട പണവും വേണ്ടെന്ന് പറഞ്ഞ് അവളെല്ലാം കളഞ്ഞിട്ട് പോവും. അത്ര പോലും നാണവും മാനവും ഇല്ലാതെ ഇവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് ആന്റിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നതും എന്റെ ഗതികേട് കൊണ്ട് മാത്രം. അമ്മ ഇവിടെ ഇല്ല. ഭർത്താവിന്റെ വീട്ടിൽ കയറാൻ അയാളുടെ അമ്മ സമ്മതിക്കില്ല. എന്റെ രോഹിത്തിനാണെങ്കിൽ എന്ത് സംഭവിച്ചൊന്നും അറിയില്ല. ആ സങ്കടത്തിൽ നേറിക്കൊണ്ടിരിക്കുന്ന എന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെ തല്ല. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഞാൻ എന്താ ആന്റി വഴിച്ചണ്ട മറ്റോ ആണോ? മോളെ 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 കരയാതെ. ആ സിദ്ധൻ തന്ന യന്ത്രം ശാലിനി പഞ്ചകൈലാസത്തിൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ? ആ ഡോക്ടർ ഇവിടെ വരേണ്ട കാര്യം തന്നെ ഉണ്ടാവുമായിരുന്നോ? ആ പിഞ്ചു കുഞ്ഞ് അനാഥയാവുമായിരുന്നോ? പ്രീതി ഇങ്ങനെ ചലനമറ്റ് കിടക്കേണ്ടി വരുമായിരുന്നോ? പിന്നെ എന്റെ രോഹിത് മോളെ ഭാമേ, നീ ഇതിലൊന്നും വീഴരുത്. ഇവള് വിഷയം വഴിമാറ്റാൻ ശ്രമിക്കുക കേട്ടോ. രാഘവേട്ട, ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? ദോഷപരിഹാരം പിഴച്ചു. അതിനി എന്ത് ചെയ്യുന്ന? പരിഹാരം ചെയ്യണം രാഘവേട്ട. ഇനി എന്ത് പരിഹാരമാ? ഒന്ന് പഴിച്ചാൽ മറ്റൊന്ന്. എന്തെങ്കിലും വഴികൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ ജ്യോതിഷത്തില്. പിള്ളേ, സത്യാമേ, നമ്മുടെ ജോത്സ്യനോട് നാളെ തന്നെ വരാൻ പറയണം. തീയുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവും, അത് ശമിപ്പിക്കാൻ. പ്രീതിയുടെ ദോഷത്തിനും പരിഹാരം ഉറപ്പായും ഉണ്ടാവും.
നിന്റെ ഈ കിടപ്പ് ഒന്നും അറിയണ്ടല്ലോ. പക്ഷെ നിന്റെ ഈ കണ്ണു തുറന്നുള്ള കിടപ്പ് എത്ര നാളുണ്ടെന്ന് കണ്ടറിയാം. കേട്ടോടി. എന്താ ജോത്സരെ? ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നുവെച്ചാ ചില ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല രാഘവൻ നായരെ. വിവാഹപ്പൊരുത്തമാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണം. ദേവഗണം, അസുരഗണം, മനുഷ്യഗണം എന്നിങ്ങനെ പല ജാതി സ്വഭാവങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട്. ഇവിടെ അമ്മയുടെയും കുഞ്ഞിന്റെയും ജാതകങ്ങൾ തമ്മിലാണ് ചേരാത്തത്. രണ്ടും പരസ്പരം ശത്രുതാ മനോഭാവത്തിലാണ് നിൽക്കുന്നത്. ഒന്നിന്റെ നാശം കണ്ടേ മറ്റേതടങ്ങും. ചില നക്ഷത്രക്കാരെ പറ്റി നമ്മൾ പറയാറില്ലേ, അവര് നോക്കുന്നിടം മുടിയുമെന്ന്. അത്രയ്ക്ക് ശത്രുതയിലാണ് ഇരു ജാതകങ്ങളും. പ്രബലമായത് കുഞ്ഞിന്റെ നക്ഷത്രമായതിനാൽ അതിനെ മേൽക്കൈ കിട്ടൂ. കംസന് ശ്രീകൃഷ്ണൻ എന്ന പോലെയാണ് പ്രീതിക്ക് കുഞ്ഞ്. കുഞ്ഞ് അമ്മയ്ക്ക് ആപത്താണ്. ഓരോ നിമിഷം കഴിയും തോറും അതിന്റെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജോത്സരെ, ഇത്തിരി പോന്ന ഈ കുഞ്ഞിനെ പറ്റിയിട്ടാണോ ജോത്സ്യൻ ഇതൊക്കെ പറയുന്നത്? ജാതകവശാൽ കണ്ടത് ഞാൻ പറഞ്ഞു. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, നിരാകരിക്കേണ്ടവർക്ക് നിരാകരിക്കാം. പിന്നെ ശ്രീകൃഷ്ണനും ഒരു കുഞ്ഞായിരുന്നു, കംസനമ്മാവനും. ജോത്സരെ, പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പരിഹാരമുണ്ട്. എന്നാ പറയണം ജോത്സ്യരെ. പ്രതിവിധി ഒന്നേ ഉള്ളൂ, കുഞ്ഞിനെ ഉപേക്ഷിക്കുക.